എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ആശാനെ. ചാർലി ദേവി മഹാമായെ, എന്റെ മക്കൾക്കാർക്കും ഒരാപത്തും വരുത്തല്ലേ. എല്ലാവരുടെ ജീവിതവും നല്ല രീതിയിൽ പോണം. ഒരാൾക്കും ഒരു സങ്കടവും ദുരിതവും കൊടുക്കല്ലേ. രോഹിത്തിന് നല്ല ബുദ്ധി തോന്നി ശ്യാമയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. വിഷ്ണുമോനും ശാലിനിക്കും കുട്ടികൾക്കും ഒന്നിച്ച് കഴിയാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാക്കി തരണം. രാഘവേട്ടൻ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവുമ്പോ ഇവിടെ വരാറുണ്ട്. പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ. അനുഗ്രഹം തരണോ വേണ്ടേ തീരുമാനിക്കൽ അവകാശം ഈശ്വരന്മാർക്കാണല്ലോ. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നല്ലതൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെങ്ങനെ അവര് സഹായിക്കുന്നേ? പിള്ളേ സാറേ, താൻ പോയ വഴിപാട് ചീട്ടാക്കിട്ട് വാ. ശരി സാറേ. കുറച്ച് സാവകാശമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ. ഇനി അതൊന്നും പ്രതീക്ഷിക്കണ്ട. എപ്പോ വേണമെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങാം. അവിടെ ഇപ്പൊ എല്ലാവരും പല ധ്രുവങ്ങളിലാ ജീവിക്കുന്നതേ. ഇപ്പൊ തന്നെ ഭാമ അറിയാതെയാ അയാളെ കൂട്ടി ഞാനിങ്ങോട്ട് വന്നതേ. അവിടെ നിന്നിറങ്ങിയ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല. പപ്പിമോളും ശ്യാമയും. ശാരദാമേ, തുറന്നു പറയാലോ, വല്ലാത്തൊരവസ്ഥയിലൂടെയാ അവിടെ ഓരോ ദിവസവും എല്ലാവരും കഴിഞ്ഞു പോകുന്നതേ.